ജമായത്ത് ഇതുകൊണ്ട് ആർക്കാണ് ജമായത്ത് എന്താണെന്ന് ആളുകൾ പഠിക്കാൻ തുടങ്ങി. ജമായത്തിനാണ് ചുളിവിൽ ഇതിൻ്റെ എല്ലാവിധ എന്തും കിട്ടുന്നത്. ദിവസം നേരം വെളുത്താൽ ആയിരക്കണക്കിന് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആൾക്കാരെ വിചാരം എന്താ? ഒരു വലിയ ഭീകരവാദികളാണ്. എന്നെയൊക്കെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പലരും വിളിച്ച് ചോദിക്കുക, ക്രിസ്ത്യൻ ഹിന്ദു സുഹൃത്തുക്കളും, ഇവർ കരാട്ടെ പഠിച്ചവരാണോ? ഇവർ അരയിൽ എപ്പോഴും കത്തിയുണ്ടോ? നമുക്ക് നമ്മളെ നാട്ടിലെ ജമായത്തുകാരനെ കുറിച്ച് അറിയില്ല. എൻ്റെ നാട്ടിൽ ആകെ എണ്ണിയാൽ തന്നെ 3-4 ഉള്ളത്, ആകെ ഉള്ളത്. പക്ഷെ ആ 4 ആൾക്കാർക്കും ഈ ഉറുമ്പുകൾ പോണ വരിക, ഓൾക്ക് തമ്മിലുള്ള സാഹോദര്യം വലുതായിരിക്കും. എവിടെയെങ്കിലും ഒച്ചും ബഹളം കെട്ടാൽ അവിടെ ഓല് നിൽക്കൂല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഇവരെ പിടിച്ചണോ? ഇല്ല. ഏതെങ്കിലും ഒരു കലാപത്തിൽ പ്രതിപട്ടികയിൽ ഇവർ വന്നണോ? എവിടെയും വരാത്തൊരു സംഘടന. ആ സംഘടന ഇങ്ങനെ പറയണത് എന്താണ്? അതിന് തലക്കൽ ഇസ്ലാമി എന്നുണ്ടായതുകൊണ്ട് മനസ്സിലാക്കണം. അതിന് ഏതൊക്കെ ജമായത്ത് എന്ന് ആർക്കും തിരിയില്ല. ബാലം പറഞ്ഞത് വേറെ കോലത്തിൽ കേൾക്കാണ്. UDF വന്നാൽ ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. ആലോചിക്കണം നിങ്ങൾ അതിൻ്റെ ഒരു തീഷ്ണത. അപ്പൊ എന്തിന് ഈ ഭീതി ഉണ്ടാക്കാണ്? ഈ ഇസ്ലാം ഭീതി ഉണ്ടാക്കുകയാണ്. ഈ ഭീതി ഉണ്ടാക്കുന്ന ആളുകളുടെ ചട്ടകമായി നിൽക്കുകയാണ്. ഇപ്പൊ എന്താ മുസ്ലിം ലീഗിന്റെ വിജയം? ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള പാർട്ടി കേരളത്തിൽ മുസ്ലിം ലീഗാണ്. മത്സരിച്ച സീറ്റുകൾ അതിലെത്രണ്ണം വിജയിച്ചു? അതിന് ആനുപാതികം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള പ്രസ്ഥാനം മുസ്ലിം ലീഗാവുന്നു. മുസ്ലിം ലീഗിനെ ഇങ്ങനെ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് ആരാ? അതിന് നേതൃത്വം കൊടുത്തത് ആരാ? അത് പാണക്കാട് കുടുംബമാണ്. അത് മനസ്സിലാക്കണം. ഇനിയും വളരും. മറ്റു ഇതര സമുദായങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകുകയാണ് നമ്മുടെ പാർട്ടിയിലേക്ക്. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതിപ്രഗത്ഭരായ നായർ സമൂഹത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നെ വിളിച്ചിരിക്കുക. ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ. കാപട്യമില്ലാത്ത മതേതരത്വമാണ് നിങ്ങൾക്കുള്ളത്. മുസ്ലിം സമുദായത്തിൻ്റെ പേര് അവിടെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ മതേതരമായ ആളുകളെ ഉൾക്കൊള്ളാം, പ്രവർത്തിക്കാം എന്ന് കാണിച്ചു തന്ന പ്രസ്ഥാനമാണ് നിങ്ങൾ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ നാളെ നിങ്ങളാണ്ട് വിളിക്കാം, എല്ലാം അങ്ങോട്ട് വരാറ്. തെക്കൻ മേഖലയിൽ ആകെ ഇളക്കുക. എന്തായാലും കാരണം ഞങ്ങളെ രീതികളാണിത്. കാലങ്ങളായി ഞങ്ങൾ അനുവർത്തിച്ച രീതികളാണ്, ഞങ്ങളെ സമീപനങ്ങളാണ്, ഞങ്ങളെ സൂക്ഷ്മതയാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഒരു വിജയം ഇവിടെ ഉണ്ടാവുമെന്ന ഭയപ്പാടിൽ നിന്നാണ് ഇവർ ഈ ഉമർ മൗലാനെ പോലുള്ള മുസ്ലിയാരെ പോലുള്ള ആളുകളെ, ഉമർ ഫൈസിയെ പോലുള്ള ആളുകളെ ഇറക്കി വിട്ടത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്നാണ്ട് പാണക്കാട് കുടുംബത്തിൻ്റെ മുഖം വികൃതമാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഖാക്കൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അയാൾ സമസ്തന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, മനസ്സിലാക്കണം. മിച്ചറിൽ നിന്ന് കടല പെറുക്കിയെടുക്കുന്ന അരി അത്തരക്കാരെ പെറുക്കിയെടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരല്ലേ ഞങ്ങൾ. ഒരു ക്ഷമയുണ്ട്. അതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണ് ഇത്തരക്കാർക്ക് നല്ലത്. മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിൽ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തകർ മാത്രമല്ല, മുജാഹിദിൻ്റെ ആളുകൾ, തബ്ലീഗിൻ്റെ ആളുകൾ, മറ്റു മതവിഭാഗങ്ങൾ ഒക്കെ ലീഗിലുണ്ട്. പക്ഷെ സമസ്തയും ലീഗും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട്. അത് രണ്ടിനെയും നയിച്ചത്, ആ രണ്ട് പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിന്നത് മഹാന്മാരായ തങ്ങന്മാരാണ്. ആ തങ്ങന്മാർ നയിച്ച പാതയിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സുന്നി ഐക്യം. ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് ഐക്യം വേണ്ടത്. മനുഷ്യർക്കിടയിലാണ് ഐക്യം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നി ആശയക്കാരാണ്. സമസ്ത സുന്നിയാണ്. എന്താ ഇപ്പം വ്യത്യാസമുണ്ടോ? ഒരേ ആശയമല്ലേ? രണ്ട് സംഘടനയായി നിൽക്കുന്നു. രണ്ട് സംഘടനയും തമ്മിൽ നല്ല സൗഹൃദം. അത്തരത്തിൽ എല്ലാവർക്കും നല്ല സൗഹൃദമാകാം. ലയനത്തെക്കാൾ വലുതാണ് സൗഹൃദം, മാന്യമായ സൗഹൃദം. 89 കഥ പലരും പറയുന്നുണ്ട്.
അന്ന് പുലരാനിടയ കഥ. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ മതസംഘടനക്കും ഓരോരോ കാലങ്ങളിൽ ഓരോരോ നയം ഉണ്ടാവും. 67 തൊട്ട് 69 വരെയുള്ള കാലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ നിന്ന് പ്രസംഗിച്ചത് 2026 പ്രസംഗിക്കാൻ കഴിയില്ല. അന്നത്തെ രാഷ്ട്രീയം വേറെയാണ്. 60കളിലെയും 70കളിലെയും രാഷ്ട്രീയം 2020കളിലും 25ലും പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണം കോഴിക്കോട്ടുണ്ടാവും. പഴയ KPCCയുടെ പ്രസിഡന്റാ. CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണ പ്രഭാഷണത്തിന് ഏത് കോൺഗ്രസ് നേതാവ് വന്നാലും ലീഗിനെ വിമർശിക്കും. കാരണം എന്താ? CK ഗോവിന്ദൻ നായർ ജീവിതത്തിലുടനീളം ലീഗുമായി കലഹിച്ച ആളാണ്. അപ്പോൾ CK ഗോവിന്ദൻ നായരെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലീഗ് വിരുദ്ധ സമ്മേളനമായി മാറും. 89 കഥ പറയാൻ പറ്റിയ സമയമാണോ? അല്ല. മാറിയ കാലത്ത് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 89 കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷയല്ല ഇന്നത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടേത്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണമെന്ന് അത് പറഞ്ഞ് അദ്ദേഹം നടത്തിയ യാത്ര. ആ യാത്രയിൽ ഖലീൽ ബുഹാരി തങ്ങൾ യാത്രയുടെ തലേ ദിവസം എല്ലാ ജില്ലയിലും വാർത്താ സമ്മേളനം നടത്തി ആ ജില്ലയിലെ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും. ഒരു മുസ്ലിം മതസംഘടന നടത്തിയ യാത്രയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ പ്രായോഗികപരമായ പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാണ് 14 ജില്ലയെയും പഠിച്ചാൽ പോയത്. നല്ല കാര്യമല്ലത്? വളരെ നല്ല മാറ്റമല്ല അത്? ഒരു മുസ്ലിം മതസംഘടന സമൂഹത്തിലെ മനുഷ്യരിലെ എല്ലാ വിഭാഗവും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഫലപ്രദമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചു വരുത്തുന്നു. അവരുമായി സൗഹൃദം ഉണ്ടാക്കുന്നു. ആരെയും പുറത്തു നിർത്തുന്നില്ല. അത്തരത്തിൽ ആശയമായി വരുമ്പോൾ ആ ആശയത്തോട് അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അസ്ഹരി CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്ത സംഭാവനകളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ അസ്ഹരി എന്ന മനുഷ്യന് CHനെ കുറിച്ച് പഠിച്ചില്ല. ആ പഠിക്കാത്തത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ്. അവിടെ CHൻ്റെ സംഭാവനകളെ എണ്ണി പറഞ്ഞുകൊണ്ട് അസ്ഹരിക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞു. അത് നാളെയും പറയും. യോജിപ്പുള്ളിടത്ത് യോജിച്ച് നിൽക്കും. മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാക്കിയതാണ്. മുജാഹിദും ജമായത്തും തബ്ലീഗും MES-ഉം MSS-ഉം മെക്കോയും മെക്കയും എല്ലാം അടങ്ങുന്ന മുസ്ലിം പൊതുവേദി ഉണ്ടാക്കിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങളെ അഭിപ്രായം ശിഹാബ് തങ്ങൾ മഹാനാണെന്നാണല്ലോ നിങ്ങൾ പറയണേ. സാദിഖലി തങ്ങളിലാണ് കുഴപ്പമെന്ന് പറയണം. അങ്ങനെയാണ് ശിഹാബ് തങ്ങൾ എന്തിനാ ഇതുണ്ടാക്കിയത്? എല്ലാവരും പാണക്കാട് കുടുംബം വിളിച്ച എല്ലാ സമുദായ സംഘടനകളും വരുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ റമദാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗിൽ വിളിച്ച മുസ്ലിം പൊതുവേദി യോഗം ജമാഅത്ത് അമീർ അവിടെ ഉണ്ട്. കാന്തപുര വിഭാഗത്തിൻ്റെ ചുള്ളിക്കോട് ഉസ്താദാ വന്നത്. അദ്ദേഹം ആരാ? ഹജ്ജ് കമ്മിറ്റിൻ്റെ ചെയർമാനാ. ഈ ഉമർ ഫൈസിനെ പോലെ പൊട്ടത്തരം പറയണ്ട അയാൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ചുള്ളിക്കോട് ഉസ്താദിൻ്റെ വിവരം. ചുള്ളിക്കോട് ഉസ്താദിന് ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും LLB മാത്രമേ LLM കഴിഞ്ഞ് ഇനി എന്തൊക്കെ എടുക്കാണ്ട് നോക്കിയെടുക്കുക അയാൾ. ആ വിദ്യാഭ്യാസത്തിന് ഗുണമാണ്. നോക്കി അയാൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ഇടതുപക്ഷം കൊടുത്ത ഗിഫ്റ്റാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. പക്ഷേ എന്തൊക്കെ പദവി അവർ കൊടുത്തിട്ടും ഈ കമ്മ്യൂണിസ്റ്റുകാരെ സഹായിക്കുന്ന അല്ല അവരെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞോ? അയാളെ കണ്ടുപഠിക്കണം. മുസ്ലിം ലീഗ് എവിടെ വിളിച്ചാലും എന്ത് പരിപാടിക്കോ അദ്ദേഹം വരും. ജമാഅത്തെ ഇസ്ലാമിയിൽ അമീറുണ്ട് വിചാരിച്ച അയാൾ ഓടിപ്പോയോ? ഇല്ലല്ലോ. ഇതൊക്കെ എത്രയോ കാലമായി നടക്കുക. അതാ നമ്മൾ മനസ്സിലാക്കണത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെയും വെൽഫെയർ പാർട്ടിൻ്റെ ആഫീസിൽ പോയി ഇരിക്കുന്നു തമിഴ്നാട്ടിലെ MP, രാജസ്ഥാനിലെ MP. വോട്ട് ചെയ്തതിന് ജയിച്ചതിന് ശേഷം വെൽഫെയർ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും വോട്ട് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ MP-യും തമിഴ്നാട്ടിലെ MP-യും CPM-ൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല. ചോദിച്ചാൽ ചിലർ പറയും കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇവർക്കത് മനസ്സിലാവില്ല. ഇവിടെ ഞമ്മക്കിട്ട് പണി തരികയാണ്. എങ്ങനെയുണ്ട്?